ഹലോ, ആരംഭിക്കലാമാ? കൊറേ പേര് എന്റെ അടുത്ത് കൊറേ പേര് ഇതിനൊരു മറുപടി ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വാണങ്ങൾക്കൊന്നും ഞാൻ ഒരിക്കലും റിപ്ലൈ കൊടുക്കില്ല. നിങ്ങൾ അത്രയും എന്നോട് കെഞ്ചി പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നമുക്ക് എന്തായാലും ഒരു കുണ്ടന്റെ വീഡിയോ കാണാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി. എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. സോ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഒത്തിരി പേര് എനിക്ക് നല്ല റെസ്പോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഈ ഹെൽനസ് പാട്ട് ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചൊരു കാര്യമല്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. അവൾക്കൊരു വിചാരമുണ്ട്, ആരുടെ നെഞ്ചത്ത് അങ്ങ് കയറാം, ഓടി അങ്ങ് കയറാം. കാരണം ജാസ്തിനെ കുറേ വലിച്ചു കയറി, പക്ഷെ ഏറ്റില്ല. അവസാനം ദീപ്തി കല്യാൺ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്റെ പൊന്നു മോളെ, ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പോലെ തന്നെ ഇതോടെ ഞാൻ പറയുകയാണ്, നിർത്തിക്കോ. ഇനി മേലാൽ ഒരു ട്രാൻസിന്റെയും ലൈഫിലേക്ക് കയറി ഇടപെടരുത്. ഒരു മനുഷ്യരുടെയും ഒരാളുടെ കാര്യത്തിലും ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ ഇടി കേരളത്തിലെ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും നിന്റെ കുടുംബത്തെ കയറി ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കും. ഇനി മേലാൽ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി കയറരുത് കേട്ടോ. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. പന്ന നായിന്റെ മോനെ കുടുംബത്തിൽ കയറി നിറങ്ങാൻ നിന്നെ ഞാൻ വിടുന്നു വിചാരിച്ചാടാ മൈര? നിന്റെ താഴത്താടുന്ന ആ അണ്ടിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്റെ കുടുംബത്തിൽ പോട്ട്. നീ നാട്ടില് കാലുകുത്തി കാണിക്കടാ. നീ കാസർഗോഡ് കാലുകുത്തി കാണിക്കേ. നീ എന്ത് വിചാരിച്ചത്? കുടുംബത്തിൽ കയറി കളിക്കുന്ന നായേ. നിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും നിങ്ങൾക്ക് പണ്ടെല്ലാം പറയാം, കാരണം നിങ്ങൾക്ക് പരിഗണനകളില്ലായിരുന്നു, കാര്യങ്ങളില്ലായിരുന്നു. ഇപ്പൊ പരിഗണനകളുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ജോലിക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ടും ഇവനുണ്ടല്ലോ, ഈ സനോജ് എന്നല്ല ഇവന്റെ പേര്, ഇവൻ ഇപ്പോഴും ചെയ്യുന്ന പരിപാടി തൃശ്ശൂര് KSRTC ബസ് സ്റ്റാൻഡ്. ഇതോടുകൂടി നിനക്ക് കസ്റ്റമേഴ്സ് കൂടും, ഒരു 10% കമ്മീഷൻ തരണം കേട്ടറാ. പിന്നെ ഇവൻ ആടാ രാത്രി കുണ്ടനടിക്കലാണ്. നിന്റെ ശരീരമാണ്, നിന്റെ കുണ്ടിയാണ്, നീ ആർക്ക് വേണം കൊലത്തി കൊടുത്തോ, അത് വിഷയമുള്ള കാര്യമല്ല. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികൾ അടുത്തടക്കം പോയിട്ട് ഇവൻ ഈ പരിപാടിക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു ന്യൂസ് ഇവിടെ വെക്കാം, മനസ്സിലായില്ലേ? തൃശ്ശൂർ ഭാഗത്തുള്ളതാവട്ടെ, ഏത് ജില്ലയിലുള്ളതാവട്ടെ, പോലീസുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റിനോടും കൂടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇവർക്ക് നിങ്ങൾ പരിഗണന കൊടുക്കുന്നുണ്ട്, കിട്ടേണ്ടത് തന്നെയാണ്, അല്ലാന്നും ഞാൻ പറയുന്നില്ല. എത്രയോ നല്ല, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന, ഞാൻ സംസാരിക്കാറുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കിട്ടേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടട്ടെ. ആ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടും ഈ പറയുന്ന പോലെ പാതിരാത്രിക്ക് 500-നും 100-നും കുനിഞ്ഞു കൊടുക്കണം. അത് കുട്ടികൾക്ക്, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക്. ഞാൻ വോയിസ് വെക്കാം, ഇതിൽ എനിക്ക് പരിമിതികളുണ്ട്. ഞാൻ എന്തായാലും ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ വെക്കാൻ പറ്റുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ ഞാൻ വെക്കാം. പോലീസുകാർ ഇത് നോട്ട് ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ ഇത് നിർത്തലാക്കിയേ പറ്റുള്ളൂ. കാരണം HIV, AIDS പോലെയുള്ള രോഗങ്ങള് ഇത്ര പെർസെന്റേജ് ഞാൻ വെക്കാം, പെർസെന്റേജ് പകരുന്നത് ഈ സ്വവർഗാനുരോഗികളായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് നിർത്തിച്ചേ പറ്റൂ. ഗവൺമെന്റിനോടുള്ള റിക്വസ്റ്റ് ആണ്. ഇങ്ങനെയുള്ള ആൾക്കാർ രാത്രി ഇരുട്ടത്ത് പോയി നിന്നിട്ട് ആൾക്കാരെ കൈ കൊട്ടിയിട്ടും കൈ കാണിച്ചിട്ടും, പിന്നെ ഇവന്റെ ഒരു പരിപാടി വെച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ റോട്ടിൽ തന്നെ ഊരി കാണിച്ചു കൊടുക്കും പോലും ഇവൻ. റേറ്റ് കുറച്ച് കൂടിപ്പോയി എന്നെല്ലാം പറഞ്ഞാൽ വെക്കാം, സ്ക്രീൻഷോട്ട് എല്ലാം ഞാനിവിടെ വെക്കാം. പിന്നെ എന്റെ വ്യൂസിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 101% ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഫൈലുകൾ ചെക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സ്ക്രീൻഷോട്ടുകൾ മാത്രമേ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളൂ. പല ആൾക്കാരും ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും പോയതും വന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ വെച്ചിട്ടില്ല. പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള റിപ്ലൈസ് മാത്രമേ തന്നിട്ടുള്ള റിപ്ലൈസ് മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എടാ സനോജേ, നീ കുടുംബത്തിൽ കയറി കളിക്കുന്നു പറഞ്ഞില്ലേ? നിന്റെ തന്തക്കും തള്ളക്കും നീ ഈ റോഡ് സൈഡ് പോയിട്ട് കുനിഞ്ഞു കൊടുത്തുണ്ടാക്കുന്ന പൈസയെ തിന്നിട്ടുള്ള ശീലം ഉണ്ടാവുന്ന വെച്ചിട്ട് എല്ലാരും നിന്റെ തന്തയും തള്ളയും നിന്റെ കുടുംബമാണെന്നുള്ള ധാരണ നിനക്കുണ്ടെന്ന് അത് വേണ്ട. നീ ആ റിപ്ലൈ വീഡിയോ ഇട്ട സമയത്ത് ഞാനത് വേണ്ട വിട്ട്, ഈനോടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മന്ദബുദ്ധികളോട് പറഞ്ഞിട്ട് കാര്യമില്ല വെച്ച് വിട്ടതാണ്. നീ എന്നാടെ വിചാരിച്ചേ? കുണ്ടാ, നീ എന്താണ് വിചാരിച്ചേ? നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നെല്ലാം പറയുമ്പോ ഞാൻ മിണ്ടാണ്ട് പോകുന്ന ജാസിയല്ല, നീയല്ല, ഇനി ഏത് ട്രാൻസ്ജെൻഡർ വന്നിട്ട് സ്ത്രീകളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് സ്ത്രീകളെ കുറിച്ച് ഞങ്ങൾക്കറിയാം, സ്ത്രീകളുടെ അതാണ് ഞങ്ങൾക്കറിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാളായാലും ഞാൻ പ്രതികരിക്കും. മനസ്സിലായില്ലേ? ആര് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഞാൻ പ്രതികരിക്കും. നീ എന്താ പറഞ്ഞത്? പല സ്ത്രീകൾക്കും മനസ്സിലായി, നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷവും ശരീരത്തിലുള്ള മാറ്റങ്ങൾ വന്നതിനു ശേഷവും അച്ഛന്റെയും ആങ്ങളുടെയും മുന്നിൽ നഗ്നമായിട്ട് നടക്കാൻ പ്രശ്നമില്ലാത്ത സ്ത്രീകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നീ പറഞ്ഞതൊക്കെ ഓക്കെയാണ്.
ഞാനൊരു സ്ത്രീയാണ്, 28 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, സ്ത്രീയായി ജനിച്ച് സ്ത്രീയായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കൊണ്ട് ഇതൊന്നും കേട്ടു നിൽക്കാൻ പറ്റില്ല. നിനക്കൊരു ധാരണയും വേണ്ട അത് ഞാൻ കേട്ടു നിൽക്കുന്നുള്ളത്. കുടുംബത്തിൽ കയറി കളിക്കുന്ന നീ ആരട നീ കുണ്ട കിട്ടില്ലേ? സമാധാനം നിനക്ക്. ഇനി യൂട്യൂബില് നിന്റെ A to Z വോയിസ് അടക്കം ഞാൻ കേരള പോലീസിന് ദയവേത് രീതിയിൽ മെൻഷൻ ചെയ്യണം. തൃശ്ശൂരുള്ള പോലീസുകാരോടാണ്. ഇവര് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ വരെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എന്നുള്ളത് തൃശ്ശൂർ ഭാഗത്തുള്ള ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കേരള പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തെളിവ് സഹിതം സ്ക്രീൻഷോട്ട് ഇതിൽ ഞാൻ പ്രൊഫൈലുകൾ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടാണ് വെക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മെയിൽ ചെയ്ത് തരാം. നിങ്ങൾ ദയവ് ചെയ്തിട്ട് അന്വേഷിക്കണം. കാരണം നിങ്ങളുടെ വീട്ടിൽ മക്കൾ വളർന്നു വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മോനാണ് ഇത് ഈ HIV കാര്യങ്ങൾ വന്നതെന്നുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല മക്കളെ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ പോന്നേ. ഈ കുണ്ടന്മാരെടുത്ത് രാത്രി പോകുന്ന ചെക്കന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എടാ നീ എന്തിനാണ് KSRTC കുത്തിരിക്കുന്നത്? നിനക്കെല്ലാം വേശ്യാലയം പോലെ കുണ്ടാലയം എന്നിട്ടൊന്ന് തുടങ്ങറോ? ലൈസൻസ് കൊടുത്ത് തുടങ്ങടാ. അല്ല പിന്നെ പോലീസുകാർ ദയവ് ചെയ്തിട്ട് ഗവൺമെന്റിനോട് കൂടിയിട്ടുള്ള റിക്വസ്റ്റ് ആണിത്. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ എത്ര കണ്ട് ഈ പറഞ്ഞ സെക്സ് വർക്കിന് രാത്രി ഇവരെ അനുവദിച്ചു കൊടുക്കുന്നോ അത്ര കണ്ട് ഇതെല്ലാം കൂടുകയേ ചെയ്യുള്ളൂ, കുറയാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ നീ എന്നോട് നിർത്താൻ പറയാൻ വേണ്ടിട്ട് നിന്റെ തന്തക്ക് സ്ത്രീധനം കിട്ടിയതാണോടാ നായ ഇൻസ്റ്റാഗ്രാം? ആണോടാ? ആണോ? ഓ ട്രാൻസ് കമ്മ്യൂണിറ്റി അങ്ങോട്ട് ഏത് നിന്റെ ആര് നിൽക്കുന്നു വെച്ചിട്ടാണ്? വേറെ കുറെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പേര് വന്നിട്ട് അതൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിട്ടാണ് സ്റ്റോറി ഇട്ടതും. ഇനിയുള്ള കാര്യം ഞാൻ ബാക്കിയുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒക്കെ ഞാൻ ഹൈഡ് ചെയ്തിട്ടേ ഇടുള്ളൂ. അതുകൊണ്ട് നിന്റെ അപ്പുറം നിൽക്കുന്ന ഏത് ട്രാൻസ്ജെൻഡർ നിന്റെ അപ്പുറം വന്നിട്ട് അങ്ങോട്ട് കുടുംബത്തിൽ കയറുന്നാണ്? ആരാ ഉള്ളേ അങ്ങനെ? ആരാടാ ഉള്ളേ? കുടുംബത്തിൽ കയറി കളിക്കും പോലും. നീ ഉണ്ടല്ലോ, നീ കുനിഞ്ഞു നിന്ന് ജീവിച്ചാ മതി, അല്ലാണ്ട് ഇങ്ങോട്ടുണ്ടാക്കാൻ വരണ്ട. നീയാണെന്നുണ്ടെങ്കിലും ഏതൊരുത്തനാണെന്നുണ്ടെങ്കിലും കേട്ടില്ലേ? പിന്നെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ഈ നിറച്ചു വെച്ച സിലിക്കോൺ ഉണ്ടല്ലോ, സൂചി കൊണ്ടൊരു പൊട്ടിക്കൽ ഞാൻ പൊട്ടിക്കും. കേട്ടില്ലടാ ഷീനോജെ? പെണ്ണുങ്ങളെ കാര്യം പറയാൻ വരുന്ന അത് ഞങ്ങൾ പെണ്ണുങ്ങൾ തീരുമാനിച്ചോളും, സ്ത്രീകൾ തീരുമാനിച്ചോളും. വെച്ച് കെട്ടിയവനൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളാൻ നിൽക്കണ്ട. കേട്ടില്ലേ? മല കുട്ടികളെ സോറി കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകളോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. ഫുൾ വീഡിയോ നമുക്ക് വോയിസ് അടക്കം യൂട്യൂബിൽ കാണാം.